തലശ്ശേരിയിലൂടെയുള്ള യാത്രയിലാണ്. പാലക്കാട് ജില്ലയിൽ തെയ്യമില്ല. തെയ്യം കാണാൻ ഞാൻ കോയമ്പത്തൂർ മാംഗ്ലൂർ ഇൻ്റർസിറ്റി പിടിച്ച് തലശ്ശേരിക്ക് പോയി. ഞാനും എൻ്റെ കുട്ടികളും ഭർത്താവും ചില സുഹൃത്തുക്കളും ചേർന്നാണ് തലശ്ശേരിക്ക് പോയത്. രാമായണ കഥയെ ആസ്പദമാക്കി ആചാരങ്ങൾ അനുഷ്ഠിച്ച് അതിൻ്റെ എല്ലാ ദൈവികതയോടും കൂടി വ്രതമെടുത്ത് കാത്തിരുന്ന് കൃത്യമായ ചടങ്ങുകൾ നടത്തി അവതരിപ്പിക്കുന്ന ഒരു അനുഷ്ഠാന കലയാണ് തെയ്യം. ചരിത്രവും ദൈവികതയും ഒരുമിച്ച് കാണാൻ പറ്റുന്ന ഒരു കാഴ്ച. അസാധ്യമായ വർണ്ണചിത്രങ്ങൾ കൊണ്ട് കണ്ണിന് കുളിർമയേകുന്നതാണ് തെയ്യം. സഫാരി ടി-വിയിൽ ബാലി നൃത്തം കണ്ടിട്ടുണ്ട്. അതും രാമായണ കഥയെ ആസ്പദമാക്കിയുള്ള നൃത്തരൂപമാണ്. നല്ല ഭംഗിയിൽ ഒരുങ്ങി വരുന്ന സ്ത്രീകളും പുരുഷന്മാരും ചേർന്ന് നടത്തുന്ന മനോഹരമായ നൃത്തം. ഇന്തോനേഷ്യയിലെ ബാലി നൃത്തവും കേരളത്തിലെ തെയ്യവും തമ്മിൽ ഒരുപാട് സാദൃശ്യമുണ്ട്. കഥ മാത്രമല്ല, കാഴ്ചയും സാദൃശ്യമുണ്ട്. ആണ്ടല്ലൂർ തെയ്യം കാണാനാണ് ഞങ്ങൾ പോയത്. തലശ്ശേരിക്കടുത്ത് ധർമ്മടം പഞ്ചായത്തിലുള്ള ആണ്ടല്ലൂർ കാവിലാണ് തെയ്യം നടക്കുന്നത്. രാമായണത്തിലെ യുദ്ധകാണ്ഡത്തെ അടിസ്ഥാനമാക്കിയുള്ള തെയ്യം എന്ന കളിയാട്ടമാണ് ആണ്ടല്ലൂർ കാവിൽ നടക്കുന്നത്. കേരള സർക്കാരിൻ്റെ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ് വെബ്സൈറ്റിൽ ആണ്ടല്ലൂർ തെയ്യത്തെപ്പറ്റി വിശദീകരിക്കുന്നുണ്ട്. ആണ്ടല്ലൂരിൽ 2 കാവുകളാണ് ഉള്ളത്. മേലെ കാവിൽ ശ്രീരാമൻ്റെയും ലക്ഷ്മണൻ്റെയും ഹനുമാൻ്റെയും 3 കാവുകളുണ്ട്. താഴെ കാവിൽ തറയാണുള്ളത്. കാടുകൾ നിറഞ്ഞൊരു സ്ഥലത്ത് വലിയൊരു ഉയർന്ന തറ, കളരിപ്പയറ്റൊക്കെ നടക്കുന്ന പോലുള്ള തറ. കാടായി പടർന്നു നിൽക്കുന്ന ആൽമരവും വലിയൊരു തറയും ചേർന്നതാണ് താഴേക്കാവ്. അത് ലങ്കാരാജാവായ രാവണൻ്റെ രാജ്യത്ത് സീതയെ താമസിപ്പിച്ചിരുന്ന അശോകവനം ആയിട്ടാണ് കണക്കാക്കുന്നത്. 8-10 നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ആൽമരങ്ങളാണ് ആ കാവിലുള്ളത് എന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. തീയ സമുദായത്തിൽപ്പെട്ടവരാണ് ആണ്ടല്ലൂർ കാവിൻ്റെ ഊരായ്മക്കാർ. തീയനും ഈഴവനും രാമായണവും ഈഴം ദേശമായ ശ്രീലങ്കയും തമ്മിലുള്ള ഒരു ചരിത്രം പറഞ്ഞോട്ടെ. AD 1-ാം നൂറ്റാണ്ടിൽ ചേര രാജാവായ ശ്രീ ഭാസ്കര രവിവർമ്മയുടെ അഭ്യർത്ഥന പ്രകാരം ഈഴം ദേശമായ ലങ്കയിൽ നിന്നും അവിടുത്തെ രാജാവ് 4 അവിവാഹിതരായ ഈഴവരെ കേരളത്തിൻ്റെ മണ്ണിലേക്ക് പറഞ്ഞുവിടുകയും അവർ തെങ്ങ് കൃഷിയിൽ ഏർപ്പെടുകയും ചെയ്തു. പിന്നീട് അവർക്കുണ്ടായ തലമുറകളാണ് ഈഴവർ എന്നാണ് പറയപ്പെടുന്നത്. കൂടാതെ മറ്റൊരു രാജാവിൻ്റെ അഭ്യർത്ഥന പ്രകാരം ആയോധന കലയിൽ വിദഗ്ധരായ 8 കുടുംബങ്ങളെ രാജ്യത്തിൻ്റെ സംരക്ഷണത്തിനു വേണ്ടി ശ്രീലങ്കയിൽ നിന്നും കേരളത്തിൻ്റെ മണ്ണിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് എന്നും പറയപ്പെടുന്നു. കൂടാതെ ഒരു കാലത്ത് അയിത്തം കൽപ്പിച്ച് തീണ്ടാവാട് അകലെ നിർത്തിയിരുന്നവരെ കൊണ്ട് തന്നെ തൊഴുകിപ്പിച്ച നവോത്ഥാനത്തിൻ്റെ ചരിത്രം കൂടിയാണ് ഓരോ തെയ്യങ്ങളും. ഇതിൽ നിന്നും വ്യക്തമാവുന്ന ഒരു ചിത്രമാണ് രാമായണവും ലങ്കയും തെയ്യവും തമ്മിലുള്ള ബന്ധം. ഇന്നും നടക്കുന്ന ആണ്ടല്ലൂർ തെയ്യത്തിന് 3 കളിയാട്ടങ്ങളാണ് ഉള്ളത്. ബാലി സുഗ്രീവ യുദ്ധം, രാമരാവണ യുദ്ധം, സീതയും മക്കളും. തെയ്യത്തിൽ രാമായണ കഥയിലെ പേരുകളല്ല ഉപയോഗിക്കുന്നത്. ചില മാറ്റങ്ങളുണ്ട്. കഥയിലെ ശ്രീരാമൻ്റെ പേര് ദൈവത്താർ എന്നും ലക്ഷ്മണൻ്റെ പേര് അങ്കക്കാരൻ എന്നും സീതയുടെ മക്കളുടെയും പേര് അതിരാളൻ തെയ്യവും മക്കളും എന്നും ഹനുമാൻ്റെ പേര് ബപ്പൂരാൻ എന്നും ബാലിയുടെ പേര് ഇളങ്കുരുവൻ എന്നും സുഗ്രീവൻ്റെ പേര് കൂത്താടി എന്നുമാണ്. 7 ദിവസം നീണ്ട ചടങ്ങാണ് തെയ്യമുത്സവം. 1-ാം ദിവസം കാവ് കയറൽ, 2-ാം ദിവസം ചക്ക കൊത്തൽ. അന്ന് ചക്ക കൊത്തി എല്ലാ വീടുകളിലേക്കും ഓരോ കഷ്ണം ചക്ക കൊടുത്തുവിടും. പിന്നീട് ഉത്സവം കഴിഞ്ഞ ശേഷമാണ് ആ നാട്ടിലെ ആരും ചക്ക ഉപയോഗിക്കൂ. 3-ാം ദിവസം കുടവരവ്. 4, 5, 6, 7 ദിവസങ്ങളിലാണ് തെയ്യം നടക്കുന്നത്. എല്ലാ ദിവസവും ഒരേ കഥ തന്നെയാണ് ആടുന്നത്. 4 ദിവസം 4 ദേശങ്ങളാണ് തെയ്യാട്ടം നടത്തുന്നത്. ആണ്ടല്ലൂർ, പാലിയാട്, ധർമ്മടം, മേലൂർ എന്നീ ദേശങ്ങളാണ്.
ഈ ദേശത്തു നിന്നുള്ളവർ ഓരോ ദിവസവും വന്ന് അതാ ദിവസത്തെ തെയ്യങ്ങൾ ആടിയിട്ടാണ് ആ ദിവസത്തെ ഉത്സവം നടത്തുന്നത്. 7 ദിവസം നീണ്ടു നിൽക്കുന്ന ഈ കളിയാട്ടത്തിൽ മുഴുവൻ ഗ്രാമവും പങ്കെടുക്കുന്നു. സസ്യാഹാരവും നോമ്പുകളും നോറ്റാണ് പങ്കെടുക്കുന്നത്. ഓരോ ദിവസവും ഉച്ചയ്ക്ക് ബാലി സുഗ്രീവ യുദ്ധമാണ് അരങ്ങേറുന്നത്. അത് ഹനുമാൻ മധ്യസ്ഥത വഹിച്ച് അവസാനിപ്പിക്കും. വൈകുന്നേരം സന്ധ്യയോടുകൂടി ദൈവത്താറായ ശ്രീരാമൻ വേഷഭൂഷ്യാദികളോടുകൂടി മുഖത്തെഴുത്തുകളോടും കൂടി മേലേക്കാവിലുള്ള പടിഞ്ഞാറേ തറയിലേക്ക് എഴുന്നള്ളുന്നു. അവിടെ പീഠത്തിലിരുന്ന് പൊന്മുടി ചൂടുന്നു. മുടി ചൂടിക്കഴിഞ്ഞ് ദൈവത്താറും അങ്കക്കാരനും പപ്പൂരാനും വില്ലുകാരുടെ അകമ്പടിയോടുകൂടി 3 വട്ടം കാവിനെ പ്രദക്ഷിണം ചെയ്യും. അതിനുശേഷം മണിക്കിണറിൽ പോയി മുഖം നടത്തിയ ശേഷം താഴെ കാവിലേക്ക് എഴുന്നള്ളുന്നു. ലങ്കയിൽ നിന്നും സീതയെ കൊണ്ടുവരാനുള്ള പുറപ്പാടാണത്. വില്ലുകാർ എന്നാൽ വാനരസേനയെയും മറ്റു സൈന്യങ്ങളെയുമാണ് ഉദ്ദേശിക്കുന്നത്. ആ ദേശത്തെ ആൺകുട്ടികളും ചെറുപ്പക്കാരുമാണ് ഈ വില്ലുകാർ. വെള്ള ബനിയനും വെളുത്ത മുണ്ടും ചുറ്റിയാണ് തെയ്യത്തിൻ്റെ കൂടെ അവർ നടക്കുന്നത്. രാത്രി 3 വലം വയ്ക്കുകയും രാവിലെ നടക്കുന്ന തെയ്യത്തിൽ 101 വലം വയ്ക്കുകയും ചെയ്യുന്നുണ്ട്. രാത്രി വലം വയ്ക്കുന്നതിന് മെയ്യാങ്കൂടുക എന്നും രാവിലെ വലം വയ്ക്കുന്നത് ഓട്ടപ്പാച്ചിൽ എന്നുമാണ് പറയുന്നത്. വില്ലുകാര് വ്രതമെടുക്കുന്നതിന് കുളത്താറ്റുക എന്നാണ് പറയുന്നത്. പിറ്റേ ദിവസം രാവിലെ നടക്കുന്ന തെയ്യം സീതയും മക്കളുമാണ്. സീതയും മക്കളും ചേർന്ന് തിരിച്ച് രാമരാജ്യത്തേക്ക് പോകുന്നതായിട്ടാണ് സങ്കല്പം. രാവിലത്തെ തെയ്യം കാണാൻ പോയപ്പോൾ ഞങ്ങൾക്ക് നല്ല ഉപ്പുമാവും കരിപ്പട്ടി കാപ്പിയും കിട്ടി. ഒരു 7 മണി കഴിഞ്ഞപ്പോൾ നല്ല മണം വരുന്നുണ്ടായിരുന്നു. അങ്ങനെയാണ് ഉപ്മാവ് ഉണ്ടെന്നറിഞ്ഞ് അവിടെ പോയി കഴിച്ചത്. അങ്ങനെ തലേന്ന് ഉച്ചയ്ക്കും വൈകിട്ടും അന്ന് രാവിലെയുമുള്ള തെയ്യം കണ്ട ശേഷം ഒരു 10 മണിയോടുകൂടി ഇറങ്ങാൻ തീരുമാനിച്ചു. അവിടെ ഉണ്ടായിരുന്ന ഒരു മ്യൂസിയം കൂടി കണ്ടിട്ടാണ് ഇറങ്ങിയത്. നല്ല വൃത്തിയുള്ള ചെങ്കല്ലിലുള്ള ആർക്കിടെക്ചർ ആ കാവിന് വേണ്ടി ഗവൺമെൻറ് സഹായത്തോടെ ഉണ്ടാക്കിയിട്ടുണ്ട്. ചുവന്ന വേഷഭൂഷാദികളോടും മെയ്യെഴുത്തുകളോടും കൂടി നിൽക്കുന്ന തെയ്യത്തെ കണ്ട് മനം നിറഞ്ഞ് ഞാൻ യാത്ര തുടർന്നു.